ലതാ സഞ്ജു വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂല്യനിർണ്ണയ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി കാട്ടിലെ മഴ എന്ന പാഠഭാഗമായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ പ്രവർത്തനങ്ങൾ അപൂർണമായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ. ഇനി മറ്റൊരു ചോദ്യമായ കാട്ടിൽ കന്നിമഴ പെയ്തപ്പോൾ കാടിനുണ്ടായ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് കാറ്റിൽ കന്നിമഴ യൗവനം നൽകി. എന്താണ് ആ വരികളുടെ അർത്ഥം? അതായത് കന്നിമഴ കാടിന് യൗവനം നൽകി എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത്? പുഴ നിറഞ്ഞു കവിഞ്ഞ് ഉണങ്ങി ഒരു മനുഷ്യൻ മെലിഞ്ഞിരിക്കുമ്പോഴാണോ, നല്ല കൊഴുത്തിരിക്കുമ്പോഴാണോ കാണാൻ ഭംഗി എന്ന് പറയുന്ന പോലെ തന്നെ മെലിഞ്ഞുണങ്ങിയ പുഴ നിറഞ്ഞൊഴുകി സുന്ദരിയായി കുന്നിൻപുറം മഴയില്ലാതെ മരങ്ങളെല്ലാം ഉണങ്ങിയ മൊട്ടക്കുന്നുകളിലൊക്കെ പച്ചപ്പ് പടരാൻ തുടങ്ങി, കുന്നാമ്പുകൾ കിളിർത്തു തുടങ്ങി. വീണ്ടും ഉണങ്ങി കരിഞ്ഞു കിടന്ന ആ പ്രദേശങ്ങൾ പച്ച പട്ടു വിരിച്ചതുപോലെ ആയി. പച്ച തളിരിൻ്റെ അതിനുശേഷം അതിലൊക്കെ ചെറിയ ചെറിയ തളിരിലകളുടെ പച്ച നിറവും ചെറിയ പൂക്കളുടെ ചുവപ്പ് നിറവും എല്ലാം കൂടിക്കളന്ന് മനോഹരിയായി. അങ്ങനെയായി ആയിത്തീർന്നു കാട്. അതാണ് പുഴ കാടിന് യൗവനം നൽകി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുപോലെ പി കുഞ്ഞിരാമൻ നമ്മുടെ ഇവിടെ ഒരു പാഠപുസ്തകത്തിൽ മറ്റ് പഠന പ്രവർത്തനങ്ങളിൽ പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തെക്കുറിച്ചൊരു കവി പരിചയം, ഒരു ജീവചരിത്രത്തിൻ്റെ ജീവിതരേഖ തരും. അത് ജീവചരിത്രമാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ജീവചരിത്രമാണ് തരുന്നതെങ്കിൽ അതിനെ ജീവിതരേഖയാക്കാം. ആ രണ്ട് പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്ന. ജീവിതരേഖ എന്ന് പറയുമ്പോൾ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ രേഖപ്പെടുത്തുക. ജനനം, വിദ്യാഭ്യാസം, കർമ്മമേഖല, പ്രവർത്തന മേഖല, പ്രധാന കൃതികൾ, പിന്നെ പുരസ്കാരങ്ങൾ, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതുക. പിന്നെ മരണം. ഇവയെ വിശദീകരിച്ചെഴുതുമ്പോഴാണ് പിന്നെ ജീവചരിത്രം ആകുന്നത്. ഇത് രണ്ടും, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ മറ്റൊരു വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒറ്റപ്പദം. ഒളിച്ചിരിക്കാനുള്ള ഇടം, ഒളിയിടം, അങ്ങനെയുള്ള ചില വാക്കുകൾ അല്ലേ. കൃഷി ചെയ്യാനുള്ള സ്ഥലം, കൃഷിസ്ഥലം, അങ്ങനെ നമുക്ക് കണ്ടെത്താവുന്ന പാഠത്തിൽ നിന്ന് തന്നെ കണ്ടെത്താം. അത് ഒരു പക്ഷേ വരാവുന്ന, ഒരു മാർക്കിന് വരാവുന്ന ഒരു ചോദ്യമാണ്. വരാൻ സാധ്യതയുണ്ട്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഒന്നാണ്. ഇതും കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരിയാക്കി എന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ മഴ ഇങ്ങനെ കാട്ടിലേക്ക് വന്നപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ, അത് ഭാവനയാണല്ലോ, കൂടുതലും ഭാവന, സാഹിത്യം എന്ന് പറയുന്ന ഭാവനയിൽ അധികം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഭാവനയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മഴയും ഈ കാടും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണം. നമുക്ക് വളരെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ടാവാം സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൻ്റെ ലെവലാണത് എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല, വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചോദ്യവും വരാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മുടെ പദസമ്പത്ത്, പകരം പദം ചോദിക്കാനും ഇതേപോലെ വിശേഷണങ്ങൾ കണ്ടെത്താനും, അതായത് വിശേഷണം എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചെടുത്ത് പറയാവുന്ന, പിന്നെ കാർമേഘ കൂട്ടങ്ങളെ കണ്ടപ്പോൾ മലയുടെ മുകളിൽ വികൃതി കാട്ടുന്ന ആനക്കൂട്ടങ്ങളെയോടെയാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള വിശേഷണ ശബ്ദങ്ങൾ. പിന്നെ പഴയ പോലെ തന്നെ കവിതയുടെ ബാക്കി വരികൾ കണ്ടെത്തുക, കഥ പൂരിപ്പിക്കുക. നമുക്ക് എന്തായാലും നറേഷനാണ്. അവിടെ ഒരു സംഭവം നമുക്ക് തരും. ആ സംഭവത്തിന് അല്ലെങ്കിൽ ഒരു കഥയെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ തരും നമുക്ക്. അതിനെ ആസ്പദമാക്കിയാവണം അങ്ങനെ വരാനാണ്. കഴിഞ്ഞ ഒരു മാതൃക വെച്ചതാണെങ്കിൽ അങ്ങനെ ചോദ്യങ്ങൾ വരാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നന്നായിട്ട് പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിനകത്തെ ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരം തയ്യാറാക്കാനാവാം, അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കാനാവാം, അതല്ലെങ്കിൽ അതിൻ്റെ തീം വെച്ചിട്ട് നമ്മളൊരു കവിത തയ്യാറാക്കാനാവാം, അല്ലെങ്കിൽ കഥയെ പൂർത്തിയാക്കുക എന്നാവാം. അപ്പോൾ എന്തായാലും ഒരു പാരഗ്രാഫ് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ തരത്തിലുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും ഉപരി നല്ല രീതിക്ക് നമ്മൾ പാഠപുസ്തകങ്ങൾ വായിച്ചാൽ ഏത് ചോദ്യം എങ്ങനെ വന്നാലും നമുക്കത് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് വായനയാണ് എല്ലാത്തിലും ഉപരി വായിക്കുക. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഓരോരോ കഴിവുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് അവരവരുടെ കഴിവുകളെ കുറിച്ച് ചിലപ്പോൾ എഴുതാനായിരിക്കും അല്ലെങ്കിൽ പാടാനായിരിക്കും. അതിനെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കാറുണ്ട്. അപ്പം അടുത്ത ഭാഗമുറി ഡേസി ചെടി എന്നുള്ള ഭാഗമുറി അടുത്ത വീഡിയോയിലെത്താം. മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ചെയ്യുമല്ലോ. എല്ലാവർക്കും നന്ദി.